ഡയറക്ഷൻ ഇ ലേണിംഗിന്റെ പേപ്പർ കട്ടിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. പത്രങ്ങളിൽ വരുന്ന പുതിയ വാർത്തകൾ മത്സര പരീക്ഷയ്ക്ക് എങ്ങനെ ഉപകാരപ്രദമാവും എന്നതാണ് പേപ്പർ കട്ട് എന്ന പങ്ക്തിയിലൂടെ നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ചർച്ച ചെയ്തു വരുന്നത്. ഒരു പുതിയ വാർത്ത, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിട്ട് ശോഭ അന്നമ്മ ഈപ്പൻ പുതിയ വനിതാ ജഡ്ജി ആയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പൊ ഈ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 മെയ് 19 ഈ സംഭവം എന്ന് പറയുന്നത്. ശോഭ അന്നമ്മ ഈപ്പൻ ആണ് ഹൈക്കോടതി ജഡ്ജി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. മലയാളിയായിട്ടുള്ള ശോഭ അന്നമ്മ ഈപ്പൻ, പേര് മറന്നു പോകണ്ട. മറ്റൊന്ന്, ഈ വർഷത്തെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരം, ആദ്യത്തെ പുരസ്കാരമാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം എന്ന് പറയാം ലഭിച്ചിട്ടുള്ളത് എഴുത്തുകാരനായ സാഹിത്യകാരനായ സുഭാഷ് ചന്ദ്രന് ആണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലായ സമുദ്രശിലകൾക്കാണ് ഈ സമ്മാനം, ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ 2022 ആരാണ്? സുഭാഷ് ചന്ദ്രനാണെന്ന് ഓർത്തു വെക്കും. ഇന്ത്യ അതിന്റെ പ്രതിരോധ രംഗത്ത് നിരവധി പരീക്ഷണങ്ങളും മാറ്റങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന കപ്പൽ വേദ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചു എന്നുള്ള മറ്റൊരു പുതിയ വാർത്തയുണ്ട്. ഇപ്പൊ നാവികസേനയുടെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മിസൈൽ സംവിധാനമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ്, ഒഡീഷയുടെ തീരമായിട്ടുള്ള ചാന്ദിപ്പൂരിൽ നിന്നാണ് ഇത് വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളത് എന്നും ഓർത്തു വെക്കുക. ഇത്തരത്തിലുള്ള ആയുധങ്ങളും ഒക്കെ പരീക്ഷിക്കുന്ന രാജ്യത്തിന്റെ പ്രതിരോധ സ്ഥാപനമാണ് DRDO. DRDOയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി ആണ്. അതും ഓർത്തു വെക്കേണ്ടതാണ്. സാധാരണ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ചാന്ദിപ്പൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ വേദി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണെന്നുള്ള നോളേജും ഇതിന്റെ കൂടെ ഓർത്തു വെക്കാവുന്നതാണ്. പാങ്കോങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞതാണ്. പാങ്കോങ് എന്ന് പറയുന്നത് ലഡാക്കിലാണ്. പാങ്കോങ് തടാകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന കശ്മീരിന്റെ ഒരു ഭാഗം ചൈനയുടെ കൈവശമാണെന്നറിയാം. അതാണ് അക്സായ് ചിൻ എന്ന് പറയുന്നത്. അവിടെയുള്ള ആ ഭാഗത്തുള്ള പ്രസിദ്ധമായ ഒരു തടാകമാണ് പാങ്കോങ് തടാകം എന്ന് പറയുന്നത്. ഈ പാങ്കോങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് പാങ്കോങ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാങ്കോങ്ങിൽ വീണ്ടും ചൈന അവരുടെ പാലം പണി ആരംഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ, പാങ്കോങ് എന്ന് പറയുന്ന തടാകം എവിടെയാണ്? കശ്മീരിൽ ലഡാക്ക് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണങ്ങൾ ഇന്റർനെറ്റ് പ്രോക്സി സേവനങ്ങൾക്ക് മാത്രം എന്നൊരു ന്യൂസ് നമ്മൾ കാണുന്നു. അപ്പൊ എന്താണ് പ്രോക്സി എന്നുള്ളതാണ് നമുക്ക് ഇവിടെയുള്ള ഒരു പോയിന്റ്. ഉപഭോക്താവിനും സെർവർ സംവിധാനത്തിനും ഇടയിലെ കണ്ണിയാണ് പ്രോക്സി എന്ന് പറയുന്നത്. ഇതുവഴി സുരക്ഷിതമായ നെറ്റ് ഉപയോഗം സാധ്യമാകുന്നു. പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറ്റത്തിനുള്ള സാധ്യത അടയ്ക്കാനുള്ള വഴികളിൽ ഒന്നാണിത്. ഓക്കെ, അപ്പൊ ഉപഭോക്താവിനും സെർവർ സംവിധാനത്തിനും ഇടയിലുള്ള കണ്ണിയ എന്ന് പറയുന്നതാണ് ഇത് പ്രോക്സി എന്ന് പറയുന്നതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. മറ്റൊരു ഷോർട്ട് ഫോമിന്റെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ കാണുന്നു. VPN എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്നുള്ളതാണ്. വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നു. മറ്റൊന്ന്, എല്ലാ വർഷവും കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്നത് ഫ്രാൻസിൽ വെച്ചാണ് നടക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന രാജ്യം ഏതെന്ന് വെച്ചാൽ ഫ്രാൻസ് ആണ്. മുമ്പ് LD പരീക്ഷകളൊക്കെ ചോദിച്ചൊരു ചോദ്യമാണത്. ഈ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു പ്രത്യേകത, അതിന് 8 അംഗ ജൂറിയിൽ ഇത്തവണ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പാദുക്കോണിനെയാണ്. പ്രത്യേകം ഓർത്തു വെക്കുക. കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് ഫ്രാൻസിൽ വെച്ചാണ്. ഇത്തവണത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 8 ജൂറി അംഗങ്ങളിൽ ഒരാള് ഇന്ത്യക്കാരിയാണ്. അത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദീപിക പാദുക്കോൺ ആണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ, വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് ഫ്രാൻസിൽ വെച്ചാണെന്ന് ഓർത്തു വെക്കുക. ഇത്തവണത്തെ 8 അംഗ ജൂറി മെമ്പർമാരിൽ ഒരേ ഒരു ഇന്ത്യക്കാരിയാണുള്ളത്, മറന്നുപോരുത്, ദീപിക പാദുക്കോൺ ആണ്. 2022 ഫ്രാൻസിൽ നടന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിലെ 8 അംഗ ജൂറിയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദീപിക പാദുക്കോൺ ആണ്.
നമ്മൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കഴിഞ്ഞ കുറെ മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. അതിനിടയിലാണ് നാറ്റോയിലേക്ക് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അംഗത്വത്തിന് അപേക്ഷിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ 2022 മെയ് മാസത്തിൽ നാറ്റോയിൽ അംഗത്വത്തിന് വേണ്ടി അപേക്ഷിച്ച 2 യൂറോപ്യൻ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഫിൻലാൻഡും സ്വീഡനുമാണ്. നാറ്റോ എന്ന സൈനിക സഖ്യത്തിൽ അംഗത്വത്തിനുള്ള അപേക്ഷ ഔദ്യോഗികമായി സമർപ്പിച്ച 2 നോർഡിക് രാജ്യങ്ങളാണ് ഫിൻലാൻഡും സ്വീഡനും എന്ന് പറയുന്നത്. നിലവിൽ 30 അംഗങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്, ലോക ഫുട്ബോളിൽ തന്നെ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ വേതനം നൽകാൻ അമേരിക്കൻ ഫുട്ബോൾ ടീമും അല്ലെങ്കിൽ അമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷനും തീരുമാനിച്ചു. ലോകത്ത് കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ വേതനമുള്ളൂ. തുല്യ വേതനമുള്ള ചില രാജ്യങ്ങളാണ് ഒന്ന് ബ്രിട്ടൻ, ബ്രസീൽ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഫുട്ബോളിൽ വനിതകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനമുള്ളത്. 2022 മെയ് മാസത്തിൽ ഫുട്ബോളിൽ സ്ത്രീ പുരുഷന്മാർക്ക് തുല്യ വേതനം നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് അമേരിക്ക എന്ന് പറയുന്നത്. മറ്റൊന്ന്, നിക്കാത്ത് സരിൻ, ഇന്ത്യക്കാരിയായ നിക്കാത്ത് സരിൻ ലോക ബോക്സിംഗ് കിരീടം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വനിത എന്ന പദവിക്ക് അർഹനായി എന്ന് പറയുന്നതാണ്. നിക്കാത്ത് സരിൻ, പേര് മറന്നുപോകരുത്. തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 52 കിലോഗ്രാം ഫ്ലൈറ്റ് വെയിറ്റിംഗ് വിഭാഗത്തിലാണ് തെലങ്കാനക്കാരിയായ നിക്കാത്ത് സരിൻ കിരീടം ചൂടുന്നത്. ഈ പറയുന്ന ലോക ബോക്സിംഗ് കിരീടം നേടുന്ന 5ാമത്തെ ഇന്ത്യക്കാരിയാണ് ആര്? നിക്കാത്ത് സരിൻ എന്ന് പറയുന്നത്. നേരത്തെ മേരി കോം, സരിത ദേവി, RL ജെന്നി, മലയാളി KC ലേഖ എന്നിവരും ഇത്തരത്തിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പുതിയ പോയിന്റ്, നിക്കാത്ത് സരിൻ ഏത് മേഖലയിലെ കായിക താരമാണ്? ബോക്സിംഗ് ആണെന്ന് ഓർത്തു വെക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യോമസേന അംഗങ്ങളുള്ള അല്ലെങ്കിൽ വ്യോമസേനയുടെ കഴിവ് കപ്പാസിറ്റി ഉള്ള പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. അതാണ് മറ്റൊരു പുതിയ ന്യൂസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിനെ കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ ട്രൂ വാല്യൂ റേറ്റിംഗ് എന്നാണ് പറയുക. അതായത് സേനയുടെ ശക്തിക്ക് പുറമെ ആധുനികവൽക്കരണം, ലോജിസ്റ്റിക്കൽ സപ്പോർട്ട്, ആക്രമിക്കാനും പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവയിൽ തയ്യാറാക്കുന്ന ട്രൂ വാല്യൂ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ 3ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ട്രൂ വാല്യൂ റേറ്റിംഗിൽ. അപ്പൊ ട്രൂ വാല്യൂ റേറ്റിംഗിൽ വ്യോമസേനയിൽ ഇന്ത്യ നിലവിൽ എത്രാം സ്ഥാനത്താണ്? 3ാം സ്ഥാനത്താണ്. 1 അമേരിക്കയാണ്, 2ാം സ്ഥാനത്ത് റഷ്യ ആണെന്നും കൂടെ ഓർത്തു വെക്കുക. അത് അംഗസംഖ്യയുടെയോ വിമാനങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയല്ല എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പൊ ട്രൂ വാല്യൂ റേറ്റിംഗിൽ ഇന്ത്യ നിലവിൽ എത്രാം സ്ഥാനത്താണ്? 3ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് എവറസ്റ്റ് കൊടുമുടിയിലാണ്. ഇത് സ്ഥാപിച്ചത് നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റി ആണ്. 8830 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 8848.86 മീറ്റർ ആണ് ഏതിന്റെ ഉയരം? എവറസ്റ്റിന്റെ ഉയരം എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവറസ്റ്റ് കൊടുമുടിയിലാണെന്നും കൂടെ ഓർത്തു വെക്കൂ. മറ്റൊന്ന്, നമ്മുടെ വാർത്തകളിൽ ഇഷ്ടംപോലെ കേൾക്കുന്ന പല ആളുകളും പല പ്രത്യേക സ്ഥലങ്ങളിലും പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കോയമ്പത്തൂർ കളക്ടറായിരുന്ന ജോൺ സള്ളിവന്റെ പേര്. 1823 ജോൺ സള്ളിവൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഊട്ടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കണ്ടെത്തുന്നത്. ഊട്ടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കണ്ടെത്തുന്നത് ജോൺ സള്ളിവൻ ആണ്. ഇതിവിടെ പറയാൻ കാരണം 2022 മെയ് മാസത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ ജോൺ സള്ളിവന്റെ പ്രതിമ എവിടെ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി? ഊട്ടിയിൽ. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് ഒരു വാർത്താ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ വാർത്തയിൽ ഇടം നേടുന്നത്. അങ്ങനെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അമേരിക്കക്കാരാണ് കൊടൈക്കനാൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രം കണ്ടെത്തുന്നതും വികസിപ്പിച്ചെടുക്കുന്നതും. അതേപോലെ ഊട്ടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കണ്ടെത്തി വികസിപ്പിച്ചെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ സള്ളിവൻ. അപ്പൊ ജോൺ സള്ളിവനിലൂടെ പ്രസിദ്ധമായ
തെക്കേ ഇന്ത്യയിലെ ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഊട്ടി ആണ്. ഇത്രയും ചില പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകൾ പരീക്ഷയ്ക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്.